ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പം നമുക്ക് രാവിലത്തെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല തണുപ്പുള്ള രാവിലെകളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. എന്തോരം മഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല. അത്രയും തണുപ്പുണ്ട്, അത്രയും മഞ്ഞുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ട് വരുന്നൊരു സമയമാണ്. ചുണ്ടൊക്കെ വിണ്ട് കയറി അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിനുള്ളൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവാതിരിക്കാനും ചുണ്ടൊക്കെ പൊട്ടുന്നതൊന്ന് തടയാൻ വേണ്ടിയിട്ടും, ഇനി പൊട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടും. ചുണ്ടൊക്കെ വിണ്ട് കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്കൊന്ന് ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു വിള്ളലൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ടിപ്പൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ ദോശയും ഒരു വെള്ളച്ചട്ടനിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അത് എന്നും അധിക ദിവസവും ദോശ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉണ്ണേട്ടനൊക്കെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ മറ്റു പലഹാരങ്ങളൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകി പോകും. പിന്നെ ആൾക്ക് ഇഷ്ടം ദോശയാണ്, പെട്ടെന്ന് കഴിക്കാനും പിന്നെ ഡൈജഷനും ഒക്കെ ഏറ്റവും നല്ലത് എന്താണ്, ദോശയാണെന്നാണ് പറയാറുള്ളത്. ദോശയാകുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, വയറിനും ഒന്നും പ്രശ്നമില്ല. എന്നും നമുക്ക് ദോശ ആയാലും ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ മാറ്റി ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അധിക ദിവസങ്ങളിലും ദോശ ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും ഇഷ്ടം നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള സുഖവും രാവിലെ ഏറ്റവും എളുപ്പത്തിൽ കഴിച്ചു പോകാൻ പറ്റുന്നത് ദോശയാണ്. അതിന് എന്തെങ്കിലും ചട്നിയോ അല്ലെങ്കിൽ ബാജിയോ അല്ലെങ്കിൽ ഇഷ്ടമോ എന്തെങ്കിലും അതുപോലെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ചു പോകാനും പറ്റും. അവർക്കൊക്കെ ഇഷ്ടമുള്ള സാധനം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അധിക ദിവസങ്ങളിലും ദോശ ഉണ്ടാക്കുന്നത്. ദോശയിൽ കുറച്ച് വെറൈറ്റി ഒക്കെ പിടിക്കുന്നത് മാത്രം. ചിലപ്പോൾ നീർദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ നല്ല ഉഴുന്നിട്ടിട്ട് നമ്മൾ നെയ്റോസ്റ്റ് പോലത്തെ ദോശ, അതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അങ്ങനത്തെ ദോശയാണ് കേട്ടോ, നെയ്റോസ്റ്റ് പോലെയുള്ള ദോശയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന് ഉള്ളിച്ചമ്മന്തിയൊക്കെ നല്ല കോമ്പിനേഷനാണ്, തേങ്ങാ ചട്നി അതിലേറെ കോമ്പിനേഷനാണ്. പിന്നെ ചട്നിയിലൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ പൊട്ടുകടല ചേർത്തായിരിക്കും, ചിലപ്പോൾ ഇഞ്ചി ചേർത്തായിരിക്കും, ചിലപ്പോൾ പച്ചമുളകും ചുവന്നുള്ളി ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ചട്നിയിലൊക്കെ വെറൈറ്റി പിടിക്കും, ദോശയിലും വെറൈറ്റി പിടിക്കും. എന്നും ദോശയാണെന്ന് പറഞ്ഞിട്ട് ഒരുപോലെ ഒന്നുമല്ല. ചിലപ്പോൾ നന്നായി തേങ്ങ അരച്ച് ചേർത്തിട്ട് അങ്ങനത്തെ ദോശ ഉണ്ടാക്കും. അപ്പോൾ കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്നും ഒരുപോലെ ആവണ്ട വെച്ചിട്ട് മാറ്റി ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് ഉഴുന്ന് ദോശ തന്നെയാണ് കേട്ടോ. അതിന് നമ്മൾ വെള്ളച്ചട്നി പച്ചമുളകും ചുമന്നുള്ളിയും ചേർത്തിട്ട് അരച്ചിട്ട് കടുകും കറിവേപ്പിലയും വറവ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചട്നി അങ്ങോട്ടേക്ക് വറവ് നമ്മൾ കടുകും കറിവേപ്പിലൊക്കെ വറുത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. അല്ലെങ്കിൽ ചട്നിയൊക്കെ കലക്കി വെച്ചിട്ട് വറവ് ഇങ്ങോട്ട് ചേർക്കും. പിന്നെ ഒരു വല്ലാതെ ഗ്രേവി അല്ലാത്ത ടൈപ്പിൽ ഭയങ്കര തിക്കായിട്ടുള്ള ചട്നി ഉണ്ടാക്കും. അതിലേക്കും കടുകും കറിവേപ്പിൻ്റെയും വറവ് ഈ ചട്നിക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ രുചികളിൽ ഇതൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ ചട്നിയിലൊക്കെ വെറൈറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും അതിലൊക്കെ വെറൈറ്റി വേണം. എന്നും ഒരേ ടേസ്റ്റിൽ അല്ലാതെ ഉള്ള ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. പിന്നെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോരോ രുചികളാവും ഇഷ്ടം. അപ്പോൾ അവർക്കനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർ ആ ഫുഡ് കഴിക്കുള്ളൂ. അല്ലാതെ നമ്മളിത് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പലതും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിക്കാതെ രാവിലെയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ വിഷമം തോന്നും. പിന്നെ പോണ ആൾക്കാർക്കും അതെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ ഫുഡ് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അവർ അത്ര ദൂരം യാത്ര ചെയ്ത് പിന്നെ അവിടുത്തെ ടൈമിനല്ലേ ഫുഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് ടൈം അല്ലെങ്കിൽ ഏത് ടൈമാണെങ്കിലും നമുക്ക് കഴിക്കാൻ ഒരു ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിൽ മാത്രമാണ് ഫുഡ് കഴിക്കുന്നത്. നമുക്ക് വിശക്കുണ്ടെന്ന് വിട്ട് ഓടിപ്പോയി കഴിക്കാനൊന്നും പറ്റില്ല. എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിലും, ഇപ്പോൾ സാധാ ജോലിക്ക് പോകുകയാണെങ്കിലും അങ്ങനെ അവർ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവർ ആ ടൈമിനല്ലേ കൊടുക്കുള്ളൂ. നമുക്ക് കഴിക്കാൻ പോകാനാണെങ്കിലും നമുക്ക് ആ ജോലീൻ്റെ അനുസരിച്ചുള്ള ടൈമിനാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം ഞാൻ കൂടുതൽ വാചകടിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ചായയൊക്കെ വെച്ചിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കട്ടെ. ദോശയ്ക്ക് മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുള്ള മാവ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊങ്ങി വന്ന മാവ് കൊണ്ടാവുമ്പോഴാണ് നല്ല നെയ്റോസ്റ്റ് പോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ദോശ വേറെ ലെവലായിരിക്കും, നെയ്റോസ്റ്റിൻ്റെ രുചിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നെയ്യ് ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചട്ടിയിൽ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. നോൺ സ്റ്റിക്ക് അല്ലാത്ത ചട്ടിയിൽ ചുടുമ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ. നോൺ സ്റ്റിക്കിലാകുമ്പോൾ നമുക്ക് അതിന് മുകളിൽ കുറച്ച് നെയ്യോ പിന്നെ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള ഏതോ ഓയിലാച്ചെങ്കിൽ അതൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴൊക്കെ ദോശയുടെ രുചി
ഒക്കെ മാറിക്കിട്ടും. പിന്നെ വെറുതെ ഒഴിച്ച് ഓയിലൊന്നും ഇല്ലാതെ ഒഴിക്കുമ്പോൾ ആ ദോശയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ചിലർക്ക് നന്നായി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത ദോശയായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇരുമ്പ് ചട്ടിയാണ്. അപ്പോൾ അതിൽ ചുട്ട ദോശയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ ഈ ചട്ടിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഇരുമ്പ് ചട്ടിയിൽ ചുടുമ്പോഴാണ്. നമ്മുടെ പരമ്പരാഗതമായ ഒരു പണ്ടേ കഴിച്ചു വന്നൊരു രുചി, അല്ലെങ്കിൽ നെയ്റോസ്റ്റിൻ്റെയൊക്കെ ആ ഒരു രുചി ഉണ്ടല്ലോ, അത് ഈ ഇരുമ്പ് ചട്ടിയിൽ ചുടുമ്പോഴാണ് കിട്ടാറുള്ളത്. കാരണം വലിയ ചട്ടിയാണ്, നമുക്ക് നന്നായി ചൂടായി വന്നാൽ നല്ല കനം കുറച്ച് എത്ര വലിയ ദോശ വേണമെങ്കിലും ചുട്ടെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ചട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അതിലാണ് കാര്യമായിട്ട് ദോശ ഉണ്ടാക്കാറുള്ളത്. പിന്നെ റയറായിട്ട് മാത്രമാണ് നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ നല്ല സാധനം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ റിസ്ക് പിടിച്ചിട്ട് അതിലൊക്കെ ഉണ്ടാക്കിയെടുക്കണത്. നോൺ സ്റ്റിക്കിൻ്റെ 2-3 ഐറ്റം പാത്രങ്ങൾ ഇപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായയും പലഹാരമൊക്കെ റെഡിയാക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ചട്ടിയിൽ എണ്ണയൊക്കെ ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ദോശമാവ് ഒഴിച്ച് കൊടുത്തത്. അത് നന്നായി പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട്. വലിയ ചട്ടി ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് പരത്താൻ കഴിയുന്നുണ്ട്. ഇനി ഒരു കയ്യിലോ 1.5 കയ്യിലോ ഒഴിച്ചിട്ട് ചട്ടി ഫുള്ളായിട്ടും പരത്തിയെടുക്കാം. അപ്പോൾ ചട്നി അരച്ചെടുക്കുകയാണ്. അപ്പോൾ വറവും ചേർത്തിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയ ചട്നിയാണിത്. ഉണ്ണിയുടെ വന്നപ്പോൾ കൊടുന്നൊരു പലഹാരമാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ചു, അതിൻ്റെ ബാക്കിയുള്ളതാണ്. ഇതിൽ 4 ഇത്ര പോകുന്ന വലിയ പീസായിട്ടുള്ള പലഹാരമുണ്ട്. എന്താ ഇതിന് പേരെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ, നല്ല സ്പോഞ്ച് പോലുള്ള സംഭവമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ, 2 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടോ എന്നറിയാം. ഇതൊക്കെ മലപ്പുറം ജില്ലേൻ്റെ തനതായ രുചികളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ. ഓവർ മധുരമൊന്നുമില്ല, അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ നമ്മുടെ ബെന്നും ഇതൊക്കെ കഴിക്കണ പോലത്തെ ഒരു ഫീലാണ് ഉള്ളത്. നമുക്ക് ഇതൊക്കെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യത്തിനൊക്കെ വയറ് നിറയാൻ മാത്രമൊക്കെ ഉണ്ട് നമ്മൾ ചായക്കൊക്കെ. അപ്പോൾ ഇന്നലെ ഈവനിങ്ങിൽ കൊണ്ടുവന്ന സാധനമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചു. ഇന്ന് ഈവനിങ്ങിലും കൂടെ എടുക്കാം 2 എണ്ണം. അപ്പം ഇന്നലെ എല്ലാവരും ഒരു ഹാഫ് പീസേ കഴിച്ചുള്ളൂ. പിന്നെ വേറെയും പലഹാരങ്ങളുണ്ടായിരുന്നു, പഴം ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഓരോരുത്തരും ഒരു ഹാഫ് പീസ് എടുത്ത് കഴിച്ചു. അപ്പോൾ പിന്നെ അതിൽ ബാക്കിയുള്ള 2 എണ്ണം ഇപ്പോൾ ഇന്നും ഒരു ഹാഫ് ഓരോരുത്തർക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കാണിച്ചതാണ് മലപ്പുറം ജില്ലയിലെ പലഹാരങ്ങളുടെ ഓരോരോ വെറൈറ്റികൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്ന് മാറാൻ വേണ്ടിയിട്ട് ഗ്ലിസറിനും റോസ് വാട്ടറും ആണ് ഇട്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി സമം മിക്സ് ചെയ്തിട്ട് പകുതി പിന്നെ 1 സ്പൂണ് ഗ്ലിസറിൻ എടുക്കുന്നുണ്ടെങ്കിൽ 1 സ്പൂണ് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് നന്നായി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ 2-3 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ മാറിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നായി കിട്ടും. പോരാത്തതിന് കുറച്ച് ഗ്ലോയും ഒക്കെ വരും. നമ്മുടെ ആ ഡ്രൈ ആവൽ ഒട്ടുമില്ലാതെ പോകട്ടോ. ദിവസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇടയ്ക്ക് വലിഞ്ഞ് തോന്നിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് നമ്മുടെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ആകുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും തോന്നില്ല. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടൊന്നും നമുക്ക് തോന്നിക്കില്ല. അല്പസമയം ആ ഒരു ചെറിയൊരു ഒട്ടിപ്പെടുത്തേണ്ടത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒട്ടും നമുക്കതിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. ഈ ഇങ്ങനത്തെ വരണ്ട കാലാവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുന്നത്. ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് തേക്കുക. അപ്പോൾ തേക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കും. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ നല്ല ഗുണം കിട്ടും കേട്ടോ. പിന്നെ വല്ലാതെ ഇങ്ങനെ മുരിഞ്ഞിട്ട് തൊലി ഇങ്ങനെ അടർന്നു പോരുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗ്ലിസറിനും റോസ് വാട്ടറും. ചുണ്ട് പൊട്ടുന്നതിനും ഗ്ലിസറിൻ മാത്രം നമ്മുടെ ചുണ്ടിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നെയ്യ് തേക്കുക, അല്ലെങ്കിൽ വെണ്ണ തേക്കുക. ഈ 2 സംഭവങ്ങൾ 2-3 ഐറ്റം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളൂ. നിങ്ങളുടെ ചുണ്ട് വരണ്ട് പൊട്ടുന്നതിനൊക്കെ ഭയങ്കര എഫക്റ്റാണ്. അപ്പോൾ നെയ്യ്, വെണ്ണ, ഗ്ലിസറിൻ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ഒന്നും കിട്ടാത്ത ആൾക്കാർ കുറച്ച് വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് ചുണ്ടിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴും നിങ്ങളുടെ ചുണ്ട് വിണ്ട് കീറാതിരിക്കും. ഗ്ലിസറിനും റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ തീർന്നു. അടിക്കൽ കഴിഞ്ഞു, തുടയ്ക്കൽ കഴിഞ്ഞു, അലക്കലും കഴിഞ്ഞു. അലക്കൽ ഞാൻ രാവിലെ തന്നെ അലക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പം ഇനി അത് വെയിലൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കത് വിരിച്ചിടാം. അപ്പം ഞാൻ തൊടിയിലാണ് കേട്ടോ ഇപ്പോൾ നിവർത്തിയിടുന്നത്. ഇപ്പം എന്തായാലും
വെയിലുള്ള സമയമല്ലേ, അപ്പോൾ നമ്മൾ തണലുള്ള സ്ഥലത്ത് നോക്കിയിട്ട് അയ കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റ് നിറയെ അലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. കഴുങ്ങിൻ്റെ ഇടയിൽ ആണ് ഞാൻ അഴ കെട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെയിൽ കൂടുതലടിക്കില്ല, എന്നാൽ കാറ്റ് തട്ടി ഉണങ്ങും ചെയ്യും. ഉണങ്ങി കഴിഞ്ഞാൽ എടുത്തു കൊണ്ടുപോകാനും എളുപ്പമാണ്, മടക്കി വയ്ക്കാനൊക്കെ ഈസിയാണ്. മറ്റേത് നമ്മൾ മുകളിലൊക്കെ തോരിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പിന്നെ പോയിട്ടില്ലെങ്കിൽ എടുക്കില്ല. പിറ്റേ ദിവസമൊക്കെയാണ് പിന്നെ നിവർത്തിയിടാൻ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ തലേ ദിവസം അലക്കിയിട്ടതൊക്കെ എടുത്ത് കൊണ്ടുവരാറുള്ളത്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓർമ്മ വരും, അപ്പോൾ നമ്മൾ വേഗം ആ തുണികളൊക്കെ എടുത്ത് കൊണ്ടുവരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ